കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡിഎയിൽ 2% വർധനവാണ് മന്ത്രിസഭ അംഗീകരിച്ചത്. അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക പ്രകാരമുള്ള വിലക്കയറ്റ നിരക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ക്ഷാമബത്ത നിശ്ചയിക്കുന്നത്. നിലവിലെ ട്രെൻഡുകൾ അനുസരിച്ച് ജൂലൈ മുതൽ എത്ര ശതമാനം വർധനവ് ഉണ്ടാകുമെന്നാണ് ജീവനക്കാരുടെ ആകാംക്ഷ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡിഎയിൽ 2% വർധനവാണ് ഈ വർഷം ആദ്യം മന്ത്രിസഭ അംഗീകരിച്ചത്. ഇതോടെ ഇതുവരെ ലഭിച്ചിരുന്ന ആകെ ഡിഎ 58% നിന്ന് 60% ഉയർന്നു. കണക്കുകൾ പ്രകാരം 2026 ഏപ്രിലിൽ ചില്ലറ പണപ്പെരുപ്പം 3.48%, ഭക്ഷ്യപണപ്പെരുപ്പം 4.2%മാണ് വർദ്ധിച്ചത്. കൂടാതെ പെട്രോൾ, ഡീസൽ, CNG മറ്റു സാധനങ്ങളുടെ വില വർധനകളും സാധാരണക്കാരെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ജൂലൈയിൽ ഉണ്ടാവുന്ന ഡിഎ വർധനവിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പ്രതീക്ഷ. കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വർഷത്തിൽ 2 തവണയായി പ്രഖ്യാപിക്കുന്ന ക്ഷാമബത്ത വർധനവ്. അഖിലേന്ത്യാ ഉപഭോക്തൃ വില സൂചിക പ്രകാരമുള്ള വിലക്കയറ്റ നിരക്കുകൾ അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ ക്ഷാമബത്ത നിശ്ചയിക്കുന്നത്. സാധാരണയായി ഉപഭോക്തൃ വില സൂചികയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ചാണ് സാമ്പത്തിക വിദഗ്ധരും ഡിഎ വർധനവ് പ്രവചിക്കുന്നത്. നിലവിലെ വിലക്കയറ്റ നിരക്കും ലേബർ ബ്യൂറോ പുറത്തുവിടുന്ന AICPI ഡാറ്റയും കണക്കാക്കി 3% മുതൽ 4% വരെയുള്ള വർധനവിന് സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത് ജീവനക്കാരുടെ ആകെ ഡിഎ ശതമാനത്തിൽ വലിയ വർധനവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിലെ ഉത്സവ സീസണിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര മന്ത്രിസഭ നടത്താറുള്ളത്. എങ്കിലും 2026 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലുണ്ടാകും. മുൻകാല കുടിശ്ശികയായി തുക ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. ക്ഷാമബത്തയിൽ ഉണ്ടാകുന്ന ഓരോ ശതമാനത്തിന്റെ വർധനവും ജീവനക്കാർ കൈപ്പറ്റുന്ന ശമ്പളത്തിൽ മാറ്റങ്ങളുണ്ടാക്കും. 18,000 രൂപയാണ് താഴ്ന്ന തസ്തികയിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരന്റെ അടിസ്ഥാന ശമ്പളം. ഡിഎയിൽ 4% വർധനവുണ്ടായാൽ പ്രതിമാസം 720 രൂപ ശമ്പളത്തിൽ കൂടാനിടയാക്കും. ഉയർന്ന തസ്തികകളിലുള്ളവർക്ക് ഇതിലും വലിയ തുകയുടെ വർധനവ് ലഭിക്കും. ഇതോടെ പെൻഷൻകാരുടെ ക്ഷാമാശ്വാസത്തിലും ഇതേ രീതിയിലുള്ള വർധനവ് പ്രതിഫലിക്കും. നിലവിൽ 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ ഡിഎ വർധനവ് ജീവനക്കാർക്ക് വലിയ ആശ്വാസമായി മാറും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.